പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ചെറുപ്പക്കാരായ 3 മക്കളുടെ മരണമാണ്. 3 മരണവും ഉണ്ടായിരിക്കുന്നത് അബദ്ധത്തിലാണ്. ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ചും ക്ഷേത്രക്കുളത്തിൽ മുങ്ങിയും പ്രവാസി വാഹനാപകടത്തിലും കെട്ടിടത്തിൽ നിന്നും വീണ് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയും. ചെറുപ്പക്കാരായ മക്കളാണ് പെട്ടെന്നും പിടുങ്ങനെയും അബദ്ധത്തിലും അപകടത്തിലും മരണപ്പെട്ടു പോകുന്നത്. നമ്മുടെ മക്കളെയൊക്കെ പടച്ച റബ്ബ് കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. എല്ലാവരും അവരുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. നമുക്ക് ഇവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. ഇരിട്ടി മാസാഫി അന്തുഖാന്റെ മരുമകൻ മട്ടന്നൂർ പരിഹാരം സ്വദേശി റഹ്നാസ് ഖത്തറിൽ നിന്നും വാഹനാപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് ഇവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. ചെറുപ്പക്കാരനാണ്. പടച്ച റബ്ബ് ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കട്ടെ. ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് ഒരു യുവാവ് മരണപ്പെട്ടു. ഏരൂർ ആയിലറ വേലൻകുഴി ചുരുവിള പുത്തൻ വീട്ടിൽ സുബിൻ 21 വയസ്സാണ് മരണപ്പെട്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചൽ ത്രിവേണി ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. സുബിന്റെ കുടുംബം അഞ്ചൽ ചിപ്പു വയലിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. വഴിയാത്രക്കാരനാണ് സുബിനെ അപകടത്തിൽപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഫുട്പാത്തും കൈവരിയും തകർത്ത് പോസ്റ്റിലിടിച്ച് തകർന്ന നിലയിലായിരുന്നു ബൈക്ക്. സുബ്ഹാനല്ലാഹ്. തുടർന്ന് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തിയാണ് സുബിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അച്ഛനോടൊപ്പം ക്ഷേത്രത്തിൽ കുളിക്കാനിറങ്ങിയ മകൻ പെട്ടെന്ന് കാണുവാനില്ല. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ക്ഷേത്രത്തിൽ കുളിക്കാനിറങ്ങിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അടാട്ട് ഉടലക്കാവ് സ്വദേശിയായ ആമ്പാടി ഹൗസിൽ ഹരീഷ് മകൻ ശ്രീഹരി 22 വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. പുറനാട്ടുകര ശ്രീ വിഷ്ണു ക്ഷേത്രത്തിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ശ്രീഹരി അച്ഛനോടൊപ്പം രാവിലെ 5:30 ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനെത്തിയപ്പോഴായിരുന്നു ദാരുണമായ മരണമുണ്ടായത്. കുളത്തിൽ മുങ്ങി കുളിക്കുന്നതിനിടയിൽ ശ്രീഹരിയെ കാണാതാവുകയായിരുന്നു. മകൻ കുളത്തിൽ മുങ്ങിയതറിഞ്ഞതോടെ പരിഭ്രാന്തനായ പിതാവ് ഉടനെ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. പിന്നാലെ തൃശൂർ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം സ്ഥലത്തെത്തി. തെരച്ചിലിനൊടുവിലാണ് ശ്രീഹരിയെ കണ്ടെത്തിയത്. ഉടനെ തന്നെ ശ്രീഹരിയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സുബ്ഹാനല്ലാഹ്. ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണം ആത്മഹത്യയെന്ന് പോലീസ്. തിരുവനന്തപുരം ആയിരപ്പാറ സ്വദേശി അമ്മു എസ് സജീവ് 23 വയസ്സാണ്. ഇന്നലെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചതാണ്. അമ്മു ഹോസ്പിറ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയതെന്ന് സംശയിക്കുന്നതായി പോലീസ് വ്യക്തമാക്കി. പത്തനംതിട്ട താഴെ വെട്ടിപ്പുറത്തെ ഹോസ്റ്റൽ വളപ്പിൽ ഇന്നലെ വൈകുന്നേരം 4:30 സംഭവം. കോളേജിൽ നിന്നും തിരികെ എത്തിയതിന് പിന്നാലെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് ഹോസ്റ്റൽ വാർഡൻ പറയുന്നു. 4 വർഷമായി ഹോസ്റ്റലിൽ താമസിക്കുന്നുവെന്നും വളരെ നല്ല ശാന്ത സ്വഭാവക്കാരിയായ പെൺകുട്ടിയായിരുന്നു. വീഴ്ചയിൽ നട്ടെല്ലിനും വാരിയലിനും പരിക്കേറ്റ പെൺകുട്ടി രാത്രി 10 മണിയോടെയാണ് മരണപ്പെട്ടത്. പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു അമ്മു. മരണത്തിന് പിന്നാലെ കാരണം അന്വേഷിക്കുന്നതായി പോലീസ് വ്യക്തമാക്കി. പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ മരണം. പടച്ച റബ്ബ് മരണത്തിന് വേണ്ടി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കും. നമുക്കിങ്ങനെ പറഞ്ഞു നടക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ. നമ്മുടെ മക്കളെയൊക്കെ പടച്ച റബ്ബ് കാക്കട്ടെ. ആമീൻ. മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ചെറിയ കുട്ടികൾ മരണപ്പെട്ടാൽ ചെറിയ മരണവും വലിയവർ മരണപ്പെട്ടാൽ വലിയ മരണം എന്നൊന്നുമില്ല. എല്ലാവർക്കും മരണവേദന ഒരുപോലെ തന്നെയാണ്. അർഹമുറാഹിമായ അള്ളാഹ് ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നീ കാക്കണ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് ചെറുപ്പക്കാരായ മക്കൾ ആക്സിഡന്റായി മരണപ്പെട്ടു പോവുകയാണ് റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നീ കാത്തോളണേ റബ്ബേ.
നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ. ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ അള്ളാഹുവെ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ. ഈ മയ്യത്തിന്റെ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ. ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബെ. ഇവരുടെ കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ. ഖബറിലെ മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണ റബ്ബെ. പടച്ച റബ്ബെ, ഒരുപാട് പേര് മാറാ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നീ നൽകണ റബ്ബെ. ആരോഗ്യം കൊടുക്കണ റബ്ബെ, ആഫിയത്ത് കൊടുക്കണ റബ്ബെ, റഹ്മത്ത് കൊടുക്കണ റബ്ബെ, ഇസ്സത്ത് കൊടുക്കണ റബ്ബെ, സമാധാനമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെ ഉമ്മമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ. ഒരുപാട് ഉമ്മമാർ അസുഖം മൂലം നമ്മോട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ. ഈ പാപിയായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണ റബ്ബെ. അവരുടെ രോഗം എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നൽകണ റബ്ബെ. ആരോഗ്യം കൊടുക്കണ റബ്ബെ, ആഫിയത്ത് കൊടുക്കണ റബ്ബെ, ഇസ്സത്ത് കൊടുക്കണ റബ്ബെ, റഹ്മത്ത് കൊടുക്കണ റബ്ബെ, ബർക്കത്ത് കൊടുക്കണ റബ്ബെ, സന്തോഷമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബെ. അർഹമുറാഹിമായ റബ്ബെ, നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനം നീ ആക്കി കൊടുക്കണ റബ്ബെ. അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണ റബ്ബെ. റബ്ബെ, ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണ റബ്ബെ. ഒരുപാട് പേര് ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ. അവർക്കൊക്കെ നീ എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നീ നൽകണ റബ്ബെ. ആരോഗ്യം കൊടുക്കണ റബ്ബെ, ആഫിയത്ത് കൊടുക്കണ റബ്ബെ. റബ്ബെ, പണമില്ലാത്ത കാരണം ആരെയും മരണത്തിന് ഇടവരുത്തല്ലേ റബ്ബെ. പാവങ്ങളാണ് റബ്ബെ, അവരെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ. റബ്ബെ, നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബ്. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ. അർഹമറാഹിമായ റബ്ബെ, ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യുക. പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്, ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്, അവർക്കൊക്കെ നിങ്ങൾ ദുആ ചെയ്യുക. പറ്റുന്നവർ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് അവരെ കൊണ്ട് കൂടി ദുആ ചെയ്യിപ്പിക്കുക. അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.